പോയായിരുന്നു പെണ്ണൊക്കെ കെട്ടണ്ടേ? നീ എന്റെ പട്ടി വിളിക്കോളെ. ആ ഇത് ജോണിക്കാണ് കേട്ടോ, ജോണിക്കാണ് കേട്ടോ, എനിക്കല്ല. ഞാൻ വന്നപ്പോഴത്തേക്ക് സിറ്റിയിൽ പെൺപടകൾ. ആ ഹലോ. അല്ല എന്താണ് ഇഷ? എന്തല്ല വിശേഷം? എനിക്ക് സുഖല്ലേ? ഇതാരായി കുട്ടി? ഇതേതായി കുട്ടമ്മ? ആ നെസ മോളെ, മറന്നുപോയി പെട്ടെന്ന്. ഓരോ ദിവസം ഓരോ കോലത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാനങ്ങനെ ഓർത്തിരിക്കാന്. കാലും കൈയൊക്കെ വേദന എടുക്കുന്നുണ്ട്. ആ വന്ന ഉടനെ എന്റെ കൂടെ വന്നല്ലോ PL-ഉം. ഇതിപ്പോ 5 മിനിറ്റ് സിറ്റി കത്തി പോവല്ലോ, പിന്നെ കുഴപ്പമില്ല. പിന്നെ സുഖമല്ലേ ഈശ? ഈശ മറ്റേ പരിപാടിയൊക്കെ എന്തോ ഈശ? ജോണിയല്ലേ നിക്കുന്നേ? വായോന്ന് പറയാൻ എനിക്ക് ഓർമ്മ. സാവേജ് இல்ல அது சாவேஜான்னு அறியத்தில்ல. ஆ PL இருக்கு. உங்க தாத்தா எங்க? உங்க பெரியம்மா எங்க? IPL കളിക്കാൻ പോയെന്ന് തോന്നുന്നു. പെരിയമ്മ അല്ല ജോണിയാ വന്നിട്ട് സിറ്റി ആദ്യം വിളിക്കുന്നതാണ് എൻ്റെ ഒരു കീഴ്വഴക്കം. അത് കഴിഞ്ഞിട്ട് പെരിയമ്മയെ വിളിക്കാം. ജോക്കി ഞാൻ നേരെ ഫ്രണ്ട് നിപ്പുണ്ട്. അത് ഞാൻ കണ്ടടോ, എന്നാലും ഒന്ന് ഫോൺ വിളിച്ചാടോ. ഞാൻ ഒരാളുടെ വിഷമം കേൾക്കുമായിരുന്നു. ആരുടെ എന്ത് വിഷമം? ഇവിടെ ആ പറയൂ. ആ ഇഷാകൃഷ്ണ ഇത് മാളു. ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാതാ പറഞ്ഞു. ആ മാളു പരിചയപ്പെട്ടായിരുന്നു. യെസ് മാളു സുഖമായിട്ടിരിക്കുന്ന മാളു. എന്തൊക്കെയുണ്ട് വിശേഷം മാളുവിനെ? ഞാൻ വെച്ച് നീയാന്ന്. കറങ്ങി നടക്കാതെ ഒരു ബോയ് ഫ്രണ്ട് ഒക്കെ വേണ്ടേ മാളു? ആരാ? ഏത് റോക്കി? റോക്കി ഫിന്ന? ഏത് ഗാങ്ങിലെ? ഓ അപ്പൊ അന്ന് ഉടനെ നമ്മുടെ അടുത്തൊന്നും പറയാതെ ഉടനെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ ആയി. ശരി മോളെ, ഞാനൊരു കോള് വിളിച്ചിട്ട് വരാം കേട്ടോ. ജോക്കി PL-ഉം കൊണ്ട് വന്നതപ്പോ നിങ്ങളായിരുന്നാ? ഞാൻ കേറിയപ്പോഴേ PL ആയി. ഞാൻ കൊണ്ടുവന്നതാണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ PL ഉണ്ട് കേട്ടോ. എവിടെ പോന്ന്? സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. തട്ടിക്കൊണ്ട് പോയായിരുന്നോ? പെണ്ണൊക്കെ കെട്ടണ്ടേ? ഓ എന്നാത്തിനാ നടന്നാ മതിയോ? തട്ടിക്കൊണ്ട് പോയായിരുന്നോ ഇന്ന് തട്ടിക്കൊണ്ട് പോയാൽ ആ കടവാവിൽ എന്നെ കണ്ടില്ല. വിളിച്ചപ്പോ ഞാൻ പോയി. ആ ഒരു മിനിറ്റ്, എന്നെ ആരെ വിളിക്കാൻ വന്നു. വണ്ടിക്കകത്ത് ഇരിക്കട്ടെ. കോള് കട്ട് ചെയ്തു. ഈ പെണ്ണമ്പിള്ള അല്ലേലും ഇങ്ങനെ എന്നെ ഇവിടെ നടക്കി വിടണേ. ആ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ കട്ട് ചെയ്ത് പോകുന്നത് എന്ത് ശോകമാണ്. എടാ എന്നെ ജോണിന്റെ അടുത്ത് വേണ്ടേ മക്കളെ? ജോക്കി ഒരു പെണ്ണൊക്കെ കെട്ടി ജീവിച്ചൂടെ ജോക്കിക്ക്? ജോണി എന്നാ ശരി, താങ്ക് യു ഫോർ ദ ഡ്രോപ്പ്. നമുക്ക് നല്ല കറുത്ത വണ്ടി എടുക്കായിരുന്നു. അല്ലല്ല ഇതിനകത്തിരിക്കുവായിരുന്നോ? ഞാൻ വിചാരിച്ച എന്നെ ആരോ വണ്ടി ഇങ്ങനെ ഇടയ്ക്ക് വെക്കുന്ന സമയത്ത് ആരും ഇങ്ങനെ ലിഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനും കയറി ഇരുന്നങ്ങ് പോകും. എന്നാ ഉണ്ട് പിന്നെ? ഇവിടെ ഒരു 5 മിനിറ്റ് കത്തും കേട്ടോ. ഞാൻ സ്റ്റോറി ഇട്ടില്ലല്ലേ? സ്റ്റോറി ഇട്ടായിരുന്നോ ഞാൻ? Did I put any kind of stories, man? സ്റ്റോറി ഇട്ടില്ലല്ലേ ഞാൻ? ഒരു മിനിറ്റ്, ഞാൻ എലിയെ വിളിച്ചിട്ട് മറ്റേ കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടി. എലിയൊക്കെ ഭയങ്കര ദേഷ്യമാണ് ഇപ്പൊ.
അലീനയ്ക്ക് എലിക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ് അവരൊക്കെ അനിൽ വലിയ ഇന്നൊന്ന് സോറി ആൾക്കാര് ഒക്കെ പറഞ്ഞു. പോലെയാണ് ഇന്നലെ അവര്. ഞാൻ അങ്ങനെ പറഞ്ഞു ഇന്നലെ ഞാൻ സ്കൂളിൽ എത്ര പിള്ളേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവൾ എന്നോട് കുറച്ച് ഇതായി. റൂഡായോ? ഇന്ന് അവള് വന്ന് സോറി ഒക്കെ പറഞ്ഞു. സോറി പറഞ്ഞു അത് എന്താന്ന് ഇന്നും സോറി പറഞ്ഞു ഇന്നലെ പറഞ്ഞിട്ട് ഓടോ എടാ എലിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. പരിപാടി ഞാനൊരു പരിപാടി അല്ലടാ. ആ ഹലോ അണ്ണു മോളെ എലിയുണ്ടോ അടുത്ത്? എലി ചത്തുപോയെന്ന് പറയാൻ പറഞ്ഞു. എലി ചത്തുപോയെന്നോ? കുറച്ച് വിഷം അടിക്കാൻ പറഞ്ഞു. ശരിക്കും ചത്തുപോയോ? ശരിക്കും ചത്തുപോയെന്ന് പറയാൻ പറഞ്ഞു. ആ ഒന്ന് സ്പീക്കർ ഇടും മോളെ. എലി ഒന്നിന്നെ ഒന്നിന്നെ ഈ സിറ്റിയിൽ എന്തോരം വാസ്കോ ഉണ്ടോ? ആ എലി 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 വാസ്കോ എല്ലായിടത്തും വാസ്കോ. ആ എലി പറഞ്ഞു. ആ എലി എലി ഞാൻ കൊറേ വിളിച്ചായിരുന്നു എലി. ഓ താല്പര്യമില്ല ജോക്കി സംസാരിക്കാൻ. എന്ത് പറ്റി? എലി അതെ അത് എന്റെ വണ്ടി ഇടിച്ചപ്പോ ഞാൻ പെട്ടെന്ന് എനിക്ക് അങ്ങ് ആംഗ്രി ആയി. ഇന്നലെ എന്നെ ഇടിച്ചു മെനിങ്ങാന്ന് പിടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു പർപ്പസ്ഫുള്ളി ഇടിച്ചാന്ന് എന്നെ മനസ്സിലായോ? എന്റെ തൽസിനകത്ത് എന്നെ ഇടിച്ചു. ഇടിച്ചിട്ടില്ല ഞാൻ എന്റെ ഇതിനകത്തും ഇടിച്ചു. പക്ഷെ ഞാനൊരു 50 വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇടിച്ചില്ല ജോക്കി. അതൊന്നും കേട്ടിട്ടില്ല ജോക്കി. എലി അത് ഞാൻ കുറച്ച് ആംഗ്രി ആയി പോയി എലി. അത് ആംഗ്രി ആയിട്ട് അങ്ങനെ എനിക്ക് സംസാരിക്കാൻ എലി 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 വിഷം കഴിച്ചത് എന്തിന്? ഇത് എന്ത് എടാ എന്ത് വേടാ ഇതിനകത്ത് കിടന്നങ്ങ് അലപ്പ്. എലി മോളെ കേൾക്കുന്നുണ്ട്. അല്ല അയ്യോ മോളെ അലീനെ ഞാൻ വിളിച്ച കേട്ടോ. എലി ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ പൊന്നെലി. ഞാൻ അത് എനിക്ക് ഈ ആരുമായിട്ട് പിണങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് വഴക്ക് പറ്റത്തില്ല എലി ആരുമായിട്ടും. അല്ല എനിക്ക് അത് വിഷമമായെന്ന് എനിക്ക് അറിയില്ല. മിണ്ടാരടാ എടാ മിണ്ടാരടാ ഞാൻ ഒരു ഫോൺ കോള് വിളിച്ചോട്രാ. ഞാൻ പിന്നെ സംസാരിക്കാം. അല്ല ഒരു മിനിറ്റ്. എടാ ഒരു മിനിറ്റ് മിണ്ടാതിരിക്കണേ പ്ലീസ്. എന്നോടായിരുന്നു ജോക്കി? അല്ലല്ല ഞാനിവിടെ റേഡിയോ പറഞ്ഞ പറ എലി എലി അത് ഞാൻ മനഃപൂർവ്വം ഇടിച്ചതല്ല എലി. അത് എൻ്റെ അതിവേശമായ മറ്റേ ദേഷ്യമുണ്ടല്ലോ. ദേഷ്യമല്ല എനിക്ക് എന്നെയൊക്കെ ഒന്ന് ഇടിച്ചപ്പം എൻ്റെ കാർ ഇടിച്ച് തെറിപ്പിച്ചപ്പോൾ എനിക്കുണ്ടായ ആ ഒരു ഉരുൾപൊട്ടലിൽ നിന്ന് വന്നതാ എലി. അത് ആ ഉരുള് പൊട്ടി തീരുമ്പോ പറഞ്ഞാ മതി ജോക്കി. പൊട്ടി തീർന്നില്ലേ? പൊട്ടി തീർന്ന് നമ്മൾ തമ്മിൽ എന്തിനായാലും പ്രശ്നമൊക്കെ വെക്കുന്നേ? അതിന് നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ ജോക്കി. അല്ലെങ്കിൽ തന്നെ ജോക്കി എന്റെ അടുത്ത് മിണ്ടാതിരുന്നെന്ന് പറഞ്ഞിട്ട് എനിക്കോ ഞാൻ മിണ്ടാതിരുന്നെന്ന് പറഞ്ഞിട്ട് ജോക്കിക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് ജോക്കി ഇത്രയ്ക്ക് ആങ്ഷ്യസ് ആവുന്നത്? ആൻഷ്യസ് ആയി അല്ല എന്താണ് അധിനിവേശം എന്തോ നേരത്തെ ഒരു സാധനത്തിന്റെ പേര് അത് പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാളുമായിട്ടൊരു പ്രശ്നം കീപ്പ് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായോ? ഓ അത് കുഴപ്പമില്ല. ഐ ഡോണ്ട് കെയർ ജോക്കി മിണ്ടാതിരുന്നാലും ഐ ഡോണ്ട് കെയർ. ഓക്കെ നീ എന്റെ പട്ടി വിളിക്കോളെ. എടാ മോനെ ഇവിടെ സൈക്കിൾ ഉണ്ടോ? ഇവിടെ സൈക്കിൾ സൈക്കിൾ ഉണ്ടോ? ഇവിടെ സൈക്കിൾ ഒന്ന് വെറൈറ്റി ആയിട്ട് എന്തൊക്കെയുണ്ട് ഇവിടെ? ഇത് കൊള്ളാം. ഇത് കൊള്ളാം. ഇതിന് എത്ര രൂപ? ഇത് പുതിയതായിട്ട് വന്നതാണോ? ഒരു 10 CR എടുക്കാറില്ലല്ലേ കുഞ്ചു? ഒന്ന് പുറത്തോട്ട് നിൽക്കടോ. എന്റെ ഇല്ല മാമ, സത്യമായിട്ടും ഇല്ല. മോനെ പറ മോനെ. ചാമ്പക്കില്ല, ടാമ്പ എന്നാണ് വണ്ടിയുടെ പേര്. അതെ അതെ. ഇതിന് എത്ര രൂപ? ഇതിന് 25.60 CR. ഇത് ആയതുകൊണ്ട് നമ്മളൊരു 44.9 CR വരാം. 22 CR വണ്ടി 44 CR വരാന്നു. 44 അല്ല, 24.9 CR. എത്രയാണ് ഇതിന്റെ ഒറിജിനൽ റേറ്റ്? 25.60 CR. അയ്യോ എന്നെ കണ്ടിട്ട് 50 ലക്ഷം എടുക്കാൻ ഇല്ലാത്ത ദരിദ്രനായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. അയ്യോ വല്ലാത്തൊരു ഓഫറായി പോയല്ലോ മോളെ. ഒരു 10 കോടിയൊക്കെ കുറച്ച് തരണ്ടേ?
അറ്റ്ലീസ്റ്റ് മേയർ ആവുന്ന സമയത്ത് P47 എന്തൊക്കെ ഉപകാരങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. മോന്റെ പേരെന്തോ? ഇതിന്റെ ഉടമസ്ഥന്റെ പേരെന്തുവായിരുന്നു? മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം. പക്ഷെ അതല്ല മോഹൻ തോമസോ? മോഹൻ തോമസിനെയൊക്കെ എനിക്ക് അറിയാൻ കേട്ടു. മോഹൻ തോമസ് ഞാനും കൂടെ മച്ചയില്ല എൻ്റെ പൊന്ന് സഹോദര. പുള്ളിക്കാരൻ ഞാൻ വണ്ടി എടുത്തിട്ട് 50 ലക്ഷം ഡിസ്കൗണ്ട് തരണമല്ലോന്ന് അറിഞ്ഞുണ്ടല്ലോ. പുള്ളിക്കാരൻ മോനെ പറഞ്ഞു വിട്ടെന്നിരിക്കും. മനസ്സിലായോ? അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഒരു 20 കോടി. എന്നാ പിന്നെ ഒരു 22.5. ഇല്ല നമ്മള് പറഞ്ഞ ആ ഒരു റേറ്റ്. എന്നാ പിന്നെ എനിക്ക് ഡിസ്കൗണ്ട് വേണ്ട, പറഞ്ഞ റേറ്റ് എനിക്ക് തന്നാ മതി. അയ്യോ ജോസഫ് ഒന്ന് വന്നേ. ഓ സോറി. പൈസ ഹാൻഡ് ചെയ്തു. ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. പേരെന്തുവായിരുന്നു? എന്റെ പേര് അച്യുതൻകുട്ടി. എന്റെ പൊന്നെ അച്യുത, ഒരു വണ്ടി മേടിക്കാൻ വന്ന സമയത്ത് എനിക്ക് തന്നേക്കുന്ന ഡിസ്കൗണ്ട് ആണ് 50 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട്. സാർ നമുക്ക് അതിലധികം അങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല. അല്ല എനിക്ക് ഡിസ്കൗണ്ട് വേണ്ട, ഒറിജിനൽ പ്രൈസ് ഞാൻ വാങ്ങിച്ചോളാം. നമ്മള് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല സാർ. അങ്ങനെ കുഴപ്പമില്ല, അതല്ലേ ഏറ്റവും നല്ലത്. അതെ അതാണ് നല്ലത്. ഏത് വണ്ടിയാണ് സാർ ഉദ്ദേശിച്ചത്? ഈ സാധനം ഇതാണ് നിങ്ങൾ കാണിച്ചത്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ടാമ്പയാണോ? ടാമ്പ ഉണ്ട്. പിന്നെ ഏതാണ് നല്ലത്? അത് കൊള്ളാല്ലേ? അത് കോൺഗ്രസ് ചെയ്യും കൊള്ളാല്ലേ? ഇതിനെത്ര ഉണ്ട്? ഇതൊന്നല്ലേ, കളർ മാറ്റുന്നല്ലേ ഉള്ളൂ. ശരിയാണല്ലോ, എനിക്ക് അറിയാൻ കേട്ടോ. ഞാൻ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ടാമ്പ ഇത് മതി. ഇത് റെഡ്. ഞാൻ ഇതൊന്ന് ഓടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാം. ഇതെന്തുവാടെ, ഇത് അനങ്ങത്തില്ല ഇത്. മോളെ പിന്നെ വേറെ ഏതാ ഉള്ളത്? നിങ്ങളുടെ ആന്റിക് പീസസ് ഒന്നും ഇല്ലേ? ആന്റിക് പീസ് എനിക്ക് തോന്നുന്നു വിന്റേജ് ടൈപ്പ് ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. വിന്റേജ് ഇത് മതി. ഇത് മൊത്തത്തിൽ ഒന്ന് അപ്പാക്കി ഒന്ന് റെഡിയാക്കി തരാമോ? 800 ഉണ്ട് കേട്ടോ. 800 ഒന്നും വേണ്ട, ഇതൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് അപ്പാക്കി തരാമോ? അല്ല, അപ്പ് ഇവിടെ പോയിട്ട് 70 പോയിട്ട് എന്നാ പിന്നെ ഇതൊന്ന് വാങ്ങിച്ചിട്ട് എൻ്റെ കൂടെ 70 വരെ ഒന്ന് വരുമോ? ഇതൊന്ന് വാങ്ങിക്കുന്നതിന്റെ പ്രോസസ് ഒന്ന് വേഗം. നമ്മളിതൊക്കെ എത്ര കണ്ടേക്കുന്നു. പുള്ളിക്കാരൻ ഇതുവരെ ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്നൊരു പരാതി. ജോണിക്ക്. പിന്നെ ഇത് ജോണിക്കാണ് കേട്ടോ. ജോണിക്കാണ് കേട്ടോ, എനിക്കല്ല. അപ്പൊ പുള്ളി വാങ്ങേണ്ടി വരും. പുള്ളിയുടെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ട് പുള്ളി വാങ്ങിക്കേണ്ടി വരും. ഗിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്? ഇല്ല, ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഗിഫ്റ്റിന്റെ ഫോർമാലിറ്റീസ് ഇച്ചിരി പ്രോബ്ലം ആണല്ലോ. എന്തുവാടോ ഇത്ര പ്രോബ്ലം? അതായത് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പിൽ പോയി അവിടുന്ന് അവർക്ക് കൊടുത്ത് അവരങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അതാണിപ്പോ ഗിഫ്റ്റിന്റെ ഓപ്ഷൻ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആർക്കാണോ ഗിഫ്റ്റ് ചെയ്യേണ്ടത് അവര് അക്കൗണ്ടിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാണ്. പൈസ ട്രാൻസ്ഫർ ചെയ്ത് തന്നാ മതിയോ? ഞങ്ങൾക്കല്ല, ആരാണോ വാങ്ങിക്കുന്നത് അവർക്കാണ് കൊടുക്കേണ്ടത്. കാരണം ഇത് ഡയറക്റ്റ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യാൻ. വല്ലാത്ത പ്രശ്നമാണല്ലോ ഇതൊക്കെ. എന്നാ പുള്ളിയെ കൊണ്ടിട്ട് ഞാൻ ഇതാക്കാം. പുള്ളിക്ക് ആ വണ്ടിയാണെന്നൊന്നും പുള്ളി എടുത്ത് പറയരുത്. ഇല്ല, അത് പറയത്തില്ല. ഇതിപ്പോ ഞാൻ പൈസ കൊടുത്ത് പുള്ളിയുടെ പൈസ കൊടുത്ത് ഞാൻ പുള്ളിയെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് ഞാൻ പുള്ളിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കണക്കായി പോവല്ലോ. ഇതൊക്കെ എന്തൊരു നിയമമാണോ ഇതൊക്കെ? ഞങ്ങൾ പറഞ്ഞു നോക്കിയത് അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവരാൻ. പക്ഷെ ഇതുവരെ അങ്ങനെ എടോ ഒന്ന് അകത്തോട്ട് കയറി വന്നേടോ. ഞാൻ മേളിലുണ്ട് ജോക്കി. മേളിലോട്ടൊന്ന് താഴോട്ട് ഇറങ്ങി വന്നേ. 20 കോടി കൊടുത്തേ. 20 കോടി എന്തിനാ ജോക്കി? 20 കോടി അങ്ങോട്ട് കൊടുറോ. ഇന്നലെ എന്താ ലൈവ് വരാത്ത? എടോ ഒരു 20 കോടി അങ്ങോട്ട് കൊടുത്തേ. അല്ല 20 എത്രയാടോ? എത്ര മോനെ? ഇപ്പൊ പറയാം. അല്ല ഏത് വണ്ടിക്കായിരുന്നു ജോക്കി? അതൊക്കെ താൻ എന്തിനാ അറിയുന്നേ? അല്ല അത് ഏത് വണ്ടിയാന്ന് അറിയണം. എന്തിനാ ഏത് വണ്ടിയാന്ന് അറിയുന്നേ?
ഏതായിരുന്നു അതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 25 അതിന്റെ റേറ്റ് കുഞ്ചു? ഹലോ 25 ഹലോ ടാമ്പയ്ക്ക് 25.60. ആരായിരുന്നു? ഈ പെണ്ണുങ്ങൾക്കൊന്നും ബുദ്ധിയില്ലാന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കറക്റ്റ് സമയത്ത് ഒരു മിനിറ്റ്. എടോ ജോണി 25.6 ഒന്ന് കൊടുറോ. 20 അത് ബില്ലൊന്നും അടിച്ചു തരുമോ അച്ഛക്കുട്ടി? മോനെ ബോംബെ വിളിക്കാവേ. എത്ര നാളെ സംസാരിക്കണമെന്ന് നോക്കുന്നു. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ടുള്ള ബില്ലേ 2,25,60,000. ഐഡിയ ഒന്ന് പറയൂ. 2 കോടി 1077 25 കോടി 25 കോടി. ഹലോ 25 കോടി പുറത്തുള്ള വണ്ടി ഒന്ന് ഡി വി അടിക്കാൻ വേണ്ടിട്ടായിരുന്നേ. അല്ലേ? എല്ലാം വേണ്ട, എല്ലാം ചെയ്യരുതേ. സീറോ കൂടിയോ? നമ്മളെ പറ്റി മൈനസ് ആകൂലോടാ. അടിച്ചു. ഇത് തന്നെ 25 കോടി 60 ലക്ഷം രൂപ. എന്തോ ഒരു ഗതികേടാന്ന് പറയടൂ. എടാ മോർ സീറോ ആണെങ്കിൽ എന്റെ അക്കൗണ്ട് മൈനസ് ആകൂടാ. നിങ്ങളൊക്കെ എന്തോ ഈ പറയുന്നേ? ഈ 2,56,00,000 ഇത് എന്ത് ഇത്? ഏതാ ടൈമിംഗ് മോനെ 25 കോടി 60 ലക്ഷത്തിന് എത്ര പൂജ്യം ഉണ്ടാ? 6 പൂജ്യം. ഹലോ അല്ല മോനെ, ഇത് ബാങ്ക് ബാലൻസിനകത്ത് എൻ്റെ 107 കോടി 41,80,041 രൂപ 81,041 രൂപയുണ്ട്. അതിന് നമ്മൾ 2 അടിച്ചു, 5 അടിച്ചു, 6 അടിച്ചു, 1 പൂജ്യം അടിച്ചു, 2 പൂജ്യം അടിച്ചു. ഓ ഒരു മിനിറ്റ്, സോറി ഒന്നും കൂടെ 256 അടിച്ചിട്ട് പിന്നെ ഒരു 6 പൂജ്യം. ഇടാ മോനെ, അപ്പൊ എന്റെ മൈനസ് വരുവാടാ. അതെങ്ങനെയാ? 107 കോടി ഉണ്ടെങ്കിൽ മൈനസ് വരത്തില്ലല്ലോ. 107 കോടി ഉണ്ടോ ഇതപ്പം? 107 കോടി ഇല്ലേ? 10 കോടി 70 ലക്ഷമാണോ? 10 കോടി 70? അല്ലല്ല, എന്റെ അകത്ത് 1,07,41,81,81. എത്ര ഡിജിറ്റ് ഉണ്ട്? 1 3 3 3 6 6 4 10. ആ പിന്നെ അപ്പം 256 6 പൂജ്യം. കറക്റ്റായിരുന്നു ഞാൻ അടിച്ചത്. 1 2 3 4 5. ഞാൻ ഓൾറെഡി അടിച്ചത് കറക്റ്റായിരുന്നു. ഇനി ഇങ്ങനെ 100 കാണും വരുന്നുണ്ടോ? ഓ മെറ്റ അടിച്ചോ? ഇല്ല എനിക്കറിയാലോ. അങ്ങനെ അറിയാം? അറിയാൻ പറ്റും. സമയം ടൈമിംഗ് അറിയണം. എത്ര സമയം എടുക്കുന്നുണ്ട്? എടാ 256 കഴിഞ്ഞ് 6 പൂജ്യം അല്ലേ മോനെ? അതെ കറക്റ്റ് ആണ്. എടാ അപ്പൊ എനിക്ക് ന്യൂ ബാലൻസ് -148 58 18 950. ട്രാൻസ്ഫർ ചെയ്ത് പുള്ളി ഇവിടെ ഇല്ലാണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ? ട്രാൻസ്ഫർ ചെയ്തേ അല്ല, ന്യൂ ബാലൻസ് കാണിക്കുന്ന ഇത്രയും. അതെന്തോ അങ്ങനെ? എത്ര ന്യൂ ബാലൻസ് കാണിക്കുന്നത്? -148 58 18 959. എങ്ങനെയാ? 5 ഉള്ളൂടാ. 60 ലക്ഷം അല്ലേ? 25 കോടി. എടാ 2 കോടി 56 ലക്ഷമാണ് ഇത്. 5 പൂജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോടി 56 ലക്ഷം. 6 പൂജ്യം വരും 2 കോടി 25 കോടി 60 ലക്ഷം. പക്ഷെ എനിക്ക് അത്രയും പൈസ ഇല്ലെന്ന് കാണിക്കുന്ന എന്താ? അപ്പൊ അക്കൗണ്ടിൽ ഇല്ലേ അത്രയും പൈസ? ഇത് 256 കോടിയാണോ? ഓ എടാ ഞാനൊരു കാര്യം പറയട്ടെ. എടാ നീ ഒരു പൊട്ടനാണോ? 2500 25,000 2,80,000 25 ലക്ഷം 2 കോടി 50 ലക്ഷം. ഞാൻ ഉണ്ടല്ലോ, ഞാൻ വല്ല വിളിച്ച് പറയുമായിരുന്നു കേട്ടോ. ഞാൻ 256 കോടിയാണ് ഞാൻ അയച്ചുകൊണ്ടിരുന്നത്. 7 പൂജ്യം 6 പൂജ്യമാണ് വേണ്ടത്.
ആണ് പൂജ്യം ഉണ്ട്. എന്ത് വേടെ ഇരിക്ക? പറയൂ. എടാ നമ്മളെല്ലാം പൊട്ടന്മാരാണോ അതോ ഞാനാണോ പൊട്ടൻ? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്തോ പ്രശ്നമെന്ന്. ആ ഹലോ, പറഞ്ഞോ. ശബ്ദം എന്തുവാ മോനെ? ഹലോ 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 എന്ന് പറഞ്ഞു. അല്ല അതെ. അണ്ണു ആ മോളെ, സ്കൂൾ ഓപ്പണിങ്ങിന്റെ കാര്യം എന്തോ പറയുന്നത് കേട്ടായിരുന്നു ജോണി. ആ ഇന്നലെ സ്കൂൾ ഓപ്പൺ ചെയ്തായിരുന്നു. ആണല്ലേ? Yes, yes, yes. ആ ഇന്നലെ തൊട്ട് എങ്ങനെയുണ്ട്? തുടങ്ങിയല്ലോ. പിള്ളേരൊക്കെ വരുന്നുണ്ടോ? എത്ര പിള്ളേരുണ്ട്? ആ 7-8 പേരുണ്ട്. 7-8 പേരുണ്ട്. ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്നും പറഞ്ഞിരിക്കുവായിരുന്നു. പക്ഷെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ എലി ഇത്രയും പ്രശ്നമായിട്ടിരിക്കുന്നുണ്ടേ. ഇല്ല എനിക്ക് അണ്ണൂന്റെ അടുത്ത് ഓക്കെയാ. അല്ല ഞാൻ അങ്ങനല്ല. അണ്ണൂന്റെ അടുത്ത് പ്രശ്നമൊന്നുമില്ല. ആ അല്ല ഞാനിങ്ങനെ പറഞ്ഞാന്നേ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല. പക്ഷെ നമ്മളെ എന്തുവാന്നോ എൻ്റെ പൊന്ന് അലീന, നമുക്ക് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ആ പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിച്ച് സോൾവ് ആക്കുന്നത്. കുഴപ്പമില്ല, എനിക്ക് ഓക്കെയാണ് അണ്ണു, വേറെ സീനൊന്നും ഇല്ല. ശരി മോളെ, ശരി. ഓക്കെ. എന്റെ പൊന്ന് സഹോദര, ഈ വന്ന് ഒരു മിനിറ്റ് താനോടെ നിന്ന് താൻ അനങ്ങരുത്. ഞാൻ ഓർത്തിന്റെ ഗ്രാഫിക്സ് കാർഡ് കത്തിപ്പോയത്. അതൊക്കെ കത്തുന്നോ കാണിച്ചു. ഒരു മിനിറ്റ് താൻ അനങ്ങരുത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ വണ്ടിക്കകത്തൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. താൻ അനങ്ങരുത് ഒരു മിനിറ്റ്. പുക വന്നപ്പോൾ ഫസ്റ്റ് 25 കോഡ്, പിന്നെ 6 കോഡ്. അടാ 6 കോഡ് നീയൊക്കെ എന്ത് കോടോ? നിനക്കൊന്നും കണക്കറിയത്തില്ലടാ. നിനക്കൊന്നും റേഡിയോ ഒരു കുഞ്ഞുവിന്റെ ഷൗട്ട് മാറ്റാൻ പറയണേ. 250, 2500, 25,000 അല്ല ഷൗട്ട് ഒന്ന് 2,50,000, 2,50,000, 2 കോടി 2 കോടി. എടാ ഒന്ന് തെറ്റിക്കായിരിക്കടോ, ഒന്ന് മിണ്ടായിരിക്കാവോ? 250, 2,500, 25,000, 2,50,000, 200, 2,000, 20,000, 2 ലക്ഷം, 20 ലക്ഷം, 2 കോടി, 20 കോടി. ശബ്ദം ഒരുപാട് എടുത്ത് കഴിഞ്ഞാൽ ചൂടായാലും ചൂടൊക്കെയല്ലേ കാലാവസ്ഥ. ഇനി അടുത്തത് സെന്റ്. ഇവിടെ ഉണ്ട്, ഒറ്റയ്ക്കല്ല, കൂടെ ജോക്കിയുണ്ട്. ഇയാളെന്തോടെ കാമുകിമാരെ വിളിക്കുന്നതാണ് വിളിച്ചോണ്ടിരിക്കുന്നത്? ആ കേക്കെ വിളിക്കുന്നു യോഗി. ഞാൻ പിന്നെ ശബ്ദം തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചു. 50,000. എന്റെ ആണോ? 5 ലക്ഷം, 1446. കേക്ക് എന്തോ പരിപാടി എന്തോ? എടോ തന്നിക്ക് ഞാൻ 25 കോടി അടിച്ചിട്ടുണ്ട്. ആ ബില്ലോട് എന്തിനാ ചോദിക്കുക അത്ര പൈസ? എനിക്ക് എടോ 25 കോടി അങ്ങോട്ട് കൊടുക്കോ, തനിക്ക് ചുമ്മാ തന്നെയൊന്നുമില്ല. ബില്ല് കൊടുക്ക്. എന്തൊക്കെ എന്നിട്ട് താൻ വെളിയിലോട്ട് പോ. ആടാ ഷിംതിഹാസേ മോനെ, അതായിരുന്നടാ കറക്റ്റ്. ഞാൻ അവിടെ ആലോചിച്ചു കേട്ടോ, ഞാൻ എന്തൊക്കെ പൊട്ടത്തരം കാണിച്ചെന്ന്. മോനെ ഇതാരും കാണാതെ പുറത്തെടുക്കണം കേട്ടോ, ആരും കാണാതെ പുറത്തെടുക്കണം. എടോ താൻ എവിടെ പോവാടോ? ഇതല്ലടോ, താനൊന്ന് പോടോ. എടോ താനൊന്ന് മാറിപ്പോടോ. ഇതാരാടോ തന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ? താനൊന്ന് പോയേ, ആ ഷട്ടർ ഇട്ടേ. എടാ വയലറ്റ് മുടിയുള്ള തീർക്കാ, നിനക്ക് ബുദ്ധി ഇല്ലയോ? നീ എന്തിനാ അങ്ങനെ കിട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇത് സർപ്രൈസും പൊളിഞ്ഞ് എല്ലാം പൊളിഞ്ഞ്. ഞാൻ 25 കോടി വെള്ളത്തിലായില്ലയോ? ഇവിടെ ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ ബുദ്ധിയും ബോധമില്ലാത്ത ഇറക്കനെയൊന്നും പിടിച്ച് ജോലിക്ക് നിർത്തരുത് കേട്ടോ. ഒരു കസ്റ്റമറിന് ഗിഫ്റ്റ് എടുക്കുന്ന സമയത്ത് ആ പെണ്ണുമ്പിള്ള നേരത്തെ ആരും വന്ന് പറഞ്ഞു 25 കോടി. ഇവിടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിലൂടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്തൂടെ കുറച്ചെങ്കിലും? എന്തൊരു കഷ്ടമാണെന്നറിയോ ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ വിഷം വരുന്നുണ്ടോ? എനിക്ക് വിഷം വരുന്നുണ്ട്. കരഞ്ഞില്ലെന്നേ ഉള്ളൂ ഞാൻ. എൻ്റെ കൂടെ ആരെങ്കിലും ഒന്ന് പീഡി വരെ വന്നേ. ശരി പീഡി അല്ലല്ലോ, മറ്റേ പേരെന്തുവാ? നീ വരണ്ട മോനെ മോനൊന്ന് വന്നേടാ എൻ്റെ കൂടെ മറ്റേത് കസ്റ്റമൈസ് ചെയ്യാൻ.
എന്തൊരു ഗതികേടാന്ന് ആലോചിക്കണേ. ഒരു കൂട്ടുകാരനൊരു വണ്ടി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും സിറ്റിയിൽ ഒരു സൗകര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാർക്ക് ചെയ്ത് എങ്ങോട്ടാന്ന്. എന്ത് വൈ എക്സ്റ്റാറ്റ് 1 സ്റ്റാർ റിവ്യൂ എടുക്കും കേട്ടോ ഞാൻ. 1 സ്റ്റാർ റിവ്യൂ മോനെ ഒന്ന് മാർക്ക് ചെയ്യുവോ? ശരി ശരി ശരി. ശരി ശരി. പക്ഷെ ഭയങ്കര മോശം കേട്ടോ, ഭയങ്കര മോശം. ഇങ്ങനൊന്നും അല്ല ഒരാളൊന്ന് ഡീൽ ചെയ്യേണ്ടത്. സോറി സാർ, അത് ആ പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു അത് അങ്ങനെ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നതാണെന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ്. അല്ല, ഞാൻ നോട്ടീസ് അടിച്ചോണ്ട് വരാം. ഞാൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ഓൾറെഡി വന്നപ്പോഴേ പറഞ്ഞു ഇത് ഗിഫ്റ്റ് കൊടുക്കാനാണ് ഇതാണെന്നൊക്കെ. ഇത് നിങ്ങൾ കാണിക്കുന്ന ശുദ്ധ പോക്രിത്തരമാണ്, മനസ്സിലായോ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു വണ്ടി എങ്ങനെ, ഇത് എന്തൊരു വണ്ടിയാണ് ഇത്? വണ്ടിയാണോ ഇത്? എന്തോന്ന് കണ്ടോ? ഓ, കാര്യമായി അവൻ ഇടിച്ചത്. വളക്കണ്ടല്ലോ. അതാ പറഞ്ഞേ കാര്യമായി ഇടിച്ചതെന്ന്. മറ്റേ പമ്പരൊക്കെ ഇറങ്ങുന്ന കണക്കല്ലയോ കറങ്ങുന്നത്. ഇതിനകത്തൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് എന്ത് സെക്യൂരിറ്റി ആണ് ഉള്ളത്? വണ്ടിയുടെ ഡിക്കിയൊക്കെ പറന്ന് പോകുന്നടോ ഇത്. എടോ ഇത് ശരിക്കും 25 കോടി ഉണ്ടോടോ ഇതിന്?